ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ജീനിയസ് ആയ ആളുകളുടെ 5 ഹെൽത്തി ഹാബിറ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഹാബിറ്റുകളെല്ലാം നമുക്കും ഫോളോ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ ഹെൽത്തിൽ വളരെ വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ശീലങ്ങളാണ്. സാധാരണയായി ജീനിയസ് പേഴ്സൺസ് എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. അവരവരുടെ ഫിറ്റ്നസ് ഗോളുകൾ, അവരുടെ ടേസ്റ്റ്, അവരുടെ ഹെൽത്ത് ഇതെല്ലാം ഒരു കോംപ്രമൈസും ഇല്ലാതെ പാലിക്കുന്നവരായിരിക്കും ജീനിയസ് പേഴ്സൺസ്. ഈ പ്രോസസ്സിന് വേണ്ടി അവർ ഒരുപാട് പണം വേസ്റ്റ് ആക്കുകയുമില്ല. സോ ഫ്രണ്ട്സ്, സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. യു ആർ വാച്ചിങ് ടൈം ഫോർ ഗ്രേറ്റ്നസ്. വെൽക്കം ടു അവർ ചാനൽ. 5ാമത്തെ പോയിന്റിൽ നിന്ന് തുടങ്ങാം. ഒരു ജീനിയസ് പേഴ്സൺ സൺലൈറ്റിനെ ശരിയായിട്ട് ഉപയോഗിക്കും. ഈ കാലഘട്ടത്തിൽ സൺലൈറ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഗുണമാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട നിങ്ങൾക്ക് അറിയാൻ. എന്നാൽ ഒരു ഓർഡിനറി പേഴ്സൺ സൺലൈറ്റിന്റെ ഈ ഫാന്റാസ്റ്റിക് ബെനിഫിറ്റുകളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടും അതിനെ ശരിക്കും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതേ സമയത്ത് ഒരു ജീനിയസ് പേഴ്സൺ ഈ നേച്ചറിന്റെ ഫ്രീ ഗിഫ്റ്റിനെ നന്നായി ഉപയോഗിക്കും. അവരുടെ ടൈമും എഫർട്ടും എല്ലാം അവർ ശരിക്കും യൂസ് ചെയ്യും. അവരവരുടെ വീട്ടിലുള്ള സകല സാധനങ്ങൾക്കും സൺലൈറ്റ് കൊടുക്കുന്ന ഒരു ശീലമുള്ളവരായിരിക്കും. അത് പ്രത്യേകിച്ചും മഴക്കാലത്ത്. അതെന്തുകൊണ്ടെന്നാൽ ഈ സൺലൈറ്റ് ജേം കില്ലറാണ്. മഴക്കാലത്ത് കട്ടിയുള്ള തുണികളൊക്കെ അലക്കിയിടുന്നത്, ബ്ലാങ്കറ്റൊക്കെ അലക്കിയിടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു അല്പം വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ബ്ലാങ്കറ്റുകളൊക്കെ വെയിലിൽ കൊണ്ടുപോയി വെക്കും. അത് കാരണത്താൽ ഈ സാധനങ്ങളൊക്കെ വളരെ ഫ്രഷായി വാമായി ജേംസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തും. ഇവർക്ക് സൺ ചാർജർ വാട്ടറിന്റെ ബെനിഫിറ്റ് അറിയുന്നത് കാരണത്താൽ അവർ കുടിക്കുന്ന വെള്ളവും സൺ ചാർജിങ് ചെയ്തിട്ടാണ് കുടിക്കുക. ഒരു സാധാരണ മനുഷ്യന് വിറ്റമിൻ ഡി വേണമെന്നുണ്ടെങ്കിൽ അവർ വിറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ആണ് കഴിക്കുക, അല്ലെങ്കിൽ സിന്തറ്റിക് ടാബ്ലറ്റ്സിൽ പോലും ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ ഒരു ജീനിയസ് പേഴ്സൺ സൺലൈറ്റിൽ നിന്ന് തന്നെ തനിക്ക് വേണ്ട വിറ്റാമിൻ ഡി എല്ലാം കളക്ട് ചെയ്യും. അവർ അവരുടെ ശരീരത്തിന്റെ വീക്കസ്റ്റ് പാർട്സ് എല്ലാം സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്തിട്ട് വിറ്റാമിൻ ഡി കളക്ട് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അറിയാം സൺലൈറ്റ് ആണ് അൾട്ടിമേറ്റ് ഡോക്ടർ എന്നുള്ളത്. ഒരു സാധാരണ മനുഷ്യൻ അവരുടെ മുറിക്കകത്ത് ജേം കില്ലേഴ്സും അങ്ങനെയുള്ള സ്പ്രേകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ജീനിയസ് പേഴ്സൺ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ അവർ അവരുടെ ജനലുകളൊക്കെ തുറന്നു വെച്ച് സൺലൈറ്റിന് ഉള്ളിലേക്ക് കടക്കാൻ അനുവദിച്ചിട്ട് നാച്ചുറൽ സാനിറ്റൈസേഷൻ ആണ് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ അവർക്ക് നന്നായിട്ട് അറിയാം ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു സാനിറ്റൈസേഷൻ തന്നെയാണെന്ന് അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഒരു ജീനിയസ് പേഴ്സൺ ഈ മദർ നേച്ചറിന്റെ ഫ്രീ ഗിഫ്റ്റുകളെ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിച്ച ആളായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഇതും അറിയാം ഇതെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന്. അത് അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യും, അവരുടെ ബ്ലഡ് പ്രഷറിന് മേലെ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല അവരുടെ സ്ലീപ്പ് ക്വാളിറ്റി കൂടി ഇംപ്രൂവ് ആകും. നമ്പർ 4, എ ജീനിയസ് വിൽ ഈറ്റ് ലോക്കൽ ആൻഡ് സീസണൽ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് ഒക്കെ കാണാൻ വളരെ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു ഓർഡിനറി പേഴ്സൺ ഈ ഫ്രൂട്ട്സിന്റെ കാര്യത്തിലെല്ലാം ശരിയായ ഒരു റിയലൈസേഷൻ ഇല്ലാത്ത വ്യക്തിയായിരിക്കും. അതുകൊണ്ട് അവർ കരുതുന്നത് ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ പോയാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും, വളരെ നല്ല ഹെൽത്തി ഫ്രൂട്ട്സ് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് അവർ ഓഫ് സീസൺ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കഴിക്കും. അതുപോലെ തന്നെ ഫോറിൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഡബിൾ വില കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കും. എന്നാൽ ഒരു ജീനിയസ് പേഴ്സൺ എപ്പോഴും ഒരു ലോക്കൽ വെണ്ടറിന്റെ അടുത്ത് പോയിട്ട് സീസണൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആണ് വാങ്ങുള്ളൂ. മാത്രമല്ല അത് ലോക്കലുമായിരിക്കും. ഇത് വളരെ ചുരുങ്ങിയ ചെലവിൽ നേടിയെടുക്കാൻ കഴിയുന്നു. മാത്രമല്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം ലോക്കൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, അതുപോലെ സീസണൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇത് കുറച്ച് വില കുറഞ്ഞ് കിട്ടുമെന്ന് മാത്രമല്ല അതാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് അറിയാം. ഏത് ഫ്രൂട്ട്സ് ആണോ ഏത് വെജിറ്റബിൾസ് ആണോ ലോക്കലി പ്രിപ്പയർ ചെയ്യുന്നത്, ലോക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതാണ് കൂടുതൽ ഫ്രഷ് ആയിട്ട് ലഭിക്കുക എന്നുള്ളതും അവർക്കറിയാം. എന്നാൽ സീസണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം തന്നെ ടേസ്റ്റി ആകണമെന്നൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് നല്ലപോലെ ദഹിപ്പിക്കുവാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള സീസണൽ ആൻഡ് ലോക്കൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ജീനിയസ് പേഴ്സൺ ആ ഫ്രൂട്ട്സിനും വെജിറ്റബിളിനും ഉള്ള പൈസ മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ അതിനെ ഫ്രീസ് ചെയ്യാനുള്ള ചാർജും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ചാർജും എല്ലാം കൂടെ ചേർത്തിട്ടാണ് വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു ജീനിയസ് പേഴ്സൺ അവക്കാഡോയ്ക്ക് പകരമായിട്ട് കോക്കനട്ട് യൂസ് ചെയ്യും, ബ്രോക്കലിന് പകരം കോളിഫ്ലവർ യൂസ് ചെയ്യും, ലെറ്റേഴ്സിന് പകരം കാബേജ് യൂസ് ചെയ്യും, കെയിലിന് പകരം സ്പിനാച്ച് യൂസ് ചെയ്യും, ഗ്രീൻ ആപ്പിളിന് പകരം റെഡ് ആപ്പിൾ യൂസ് ചെയ്യും, കിവിക്ക് പകരം ഗ്രേപ്സ് യൂസ് ചെയ്യും. എന്നാൽ ഒരു ഓർഡിനറി മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരം വിദേശ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെയൊക്കെ ഒരുപാട് വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കും. അതേസമയം ജീനിയസ് പേഴ്സൺ പൈസയും ലാഭിക്കുന്നു, അവരുടെ ശരീരത്തെയും പോഷകാംശത്തോടെ നിലനിർത്തുന്നു. അങ്ങനെ സീസണൽ ആൻഡ് ലോക്കൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നവരുടെ ഹെയർ, സ്കിൻ, ബോഡി ആക്റ്റീവ്നെസ് ഇതെല്ലാം ഡെവലപ്പ് ആകും. അതിനെല്ലാം ഉപരി ലോക്കൽ ആൻഡ് സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ നമ്മൾ നമ്മളുടെ രാജ്യത്തെ തന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോക്കൽ ഇക്കോണമി അതിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അറിവും കഴിവും വികസിപ്പിക്കുവാനുള്ള ഒരു ഓഫർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഹോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഫറാണ്. ഇന്ത്യയിൽ മുഴുവൻ ഹോളി ആഘോഷങ്ങൾ നടന്നു കഴിഞ്ഞു. ഹോളി കഴിഞ്ഞെങ്കിലും ഈ ഓഫർ കഴിഞ്ഞിട്ടില്ല. ഓഫർ നമ്മുടെ KukuFM ആണ് നമുക്ക് നൽകുന്നത്. ലോകോത്തരമായ പുസ്തകങ്ങളുടെ എല്ലാം തന്നെ ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന KukuFM ഹോളി ഫെസ്റ്റിവലിന്റെ ഒരു ഓഫർ നമുക്ക് സമ്മാനിക്കുകയാണ്. അതായത് 10,000-ലധികമുള്ള ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് നമുക്ക് അൺലിമിറ്റഡ് ആയി ആക്സസ് ചെയ്യാൻ വേണ്ടി വെറും 39 രൂപയ്ക്ക് 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ഓഫറാണ് നൽകുന്നത്. അതാണ് 60% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്.
ഈ ഡിസ്കൗണ്ട് നമ്മുടെ ഓഡിയൻസിന് ലഭിക്കുവാൻ വേണ്ടി ഹോളി 60 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓഫർ മാർച്ച് 12 തീയതി വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ഓഫർ നിങ്ങൾക്ക് സ്വയം ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സമ്മാനമായി നൽകാം. ലിമിറ്റഡ് ടൈമിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ഒരു ഓഫർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ KukuFMന്റെ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കൂ. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽസും പരിശോധിക്കുക. അതിനുശേഷം തിരിച്ചു വീഡിയോയിലേക്ക് വരും. നമ്പർ 3, എ ജീനിയസ് വിൽ മേക്ക് ഹോം ഫുഡ് ഇൻട്രസ്റ്റിംഗ്. ഒരു ഓർഡിനറി പേഴ്സൺ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് കരുതുക. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ഹോം കുക്ക്ഡ് ഫുഡ് എപ്പോഴും അവർക്കൊരു സെക്കൻഡറി ആയിട്ടാണ് പരിഗണിക്കുക. അവർ ഒരുപാട് പൈസ ഡെലിവേർഡ് ഫുഡ്, പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതിന്റെ മേലെയായിരിക്കും ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കാരണം അവരുടെ പണവും കുറെ വേസ്റ്റ് ആവുന്നുണ്ട്, അവരുടെ ശരീരത്തിനും വേണ്ട ഗുണം കിട്ടുന്നില്ല. എന്നാൽ ഒരു ജീനിയസ് പേഴ്സൺ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ മേലെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ട് അതിനെ എത്രയധികം ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റും അത് അദ്ദേഹം ചെയ്തെടുക്കും. ഏറ്റവും പ്രധാനം, അവർ വെറൈറ്റിയിൽ ഫോക്കസ് ചെയ്യും. ഒരു സാധാരണ മനുഷ്യൻ പ്ലെയിൻ ആയിട്ടുള്ള ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ അതേസമയം ഒരു ജീനിയസ് പേഴ്സൺ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇതിനെല്ലാം വിവിധമായ ധാന്യങ്ങളും വിവിധമായ വെജിറ്റബിൾസും ഉപയോഗിച്ച് സമ്പുഷ്ടമാക്കി വെറൈറ്റി ആക്കിയിട്ട് കഴിക്കും. അവരവരുടെ ചപ്പാത്തി മാവിന് പലതരം കളർ കൊടുക്കും, പലതരം വെജിറ്റബിൾസ് മിക്സ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അവർ റൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റൈസസ് ആയിരിക്കും ഉണ്ടാക്കുക. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് റൈസസ് യൂസ് ചെയ്യും. മാത്രമല്ല റൈസിൽ തന്നെ പലതരം ഫ്ലേവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൈസസ് അവർ ഉണ്ടാക്കും. ഒരു സാധാരണ മനുഷ്യൻ ദോശയും ഇഡ്ഡലിയും ചോറൊക്കെ കഴിച്ച് ജീവിക്കുമ്പോൾ ഈ ജീനിയസ് പേഴ്സൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ വ്യത്യസ്തമായ മില്ലറ്റുകൾ, വ്യത്യസ്തമായ ധാന്യങ്ങൾ, വ്യത്യസ്തമായ ഫ്ലേവേഴ്സ്, വ്യത്യസ്തമായ വെജിറ്റബിൾസ് ഇവയെല്ലാം യൂസ് ചെയ്തുകൊണ്ട് എപ്പോഴും അതിലൊരു വെറൈറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരെപ്പോഴും വളരെ കളർഫുൾ ആയിരിക്കും അവരുടെ ഫുഡെല്ലാം. അതിനുവേണ്ടി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യും. അവർ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കും. ഈ സ്വീറ്റ്സ് എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ കിട്ടുന്ന എന്തെങ്കിലും സ്വീറ്റ് ആയിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ സ്വീറ്റ് എന്ന ടേസ്റ്റിന്റെ വാല്യൂ അവർക്ക് നല്ലപോലെ അറിയും. അവർ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിങ്ങനെ മീൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ ഒട്ടി വെച്ചിട്ടുണ്ടാവും. ഇത് കാരണത്താൽ ഒരു മാസം മുഴുവൻ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് തന്നെ ഒരു മുൻകൂട്ടി പ്ലാനോട് കൂടിയായിരിക്കും അവർ ജീവിക്കുക. ഇങ്ങനെ ചെറിയ എഫർട്ടുകൾ ചെയ്തുകൊണ്ട് അവർ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആ മോണോട്ടോൺനെസ്സിനെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ തന്നെ ഫുഡ് ബോറിംഗ് ആക്കാതെ വെറൈറ്റി ആക്കിയിട്ട് മാറ്റും. ഇത് കാരണത്താൽ അവരുടെ ശരീരത്തിന് പലതരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസും കിട്ടും. അടുത്തത് നമ്പർ 2, എ ജീനിയസ് വിൽ നോട്ട് കൗണ്ട് കാലറീസ്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ഫിറ്റ്നസ് പ്ലാനോട് കൂടെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലോറി വാല്യൂ ഒക്കെ അറിഞ്ഞുകൊണ്ട് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കേണ്ടാവുക. അവരെപ്പോഴും കാൽക്കുലേറ്റർ വെച്ച് നോക്കിയിട്ട് എന്താണ് കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന വ്യക്തിയായിരിക്കും. ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യന്റെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷനൊക്കെ കയ്യിലുണ്ടായിരിക്കും. എന്നിട്ട് ഓരോ സാധനത്തിലും എത്ര കാലറീസ് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. എന്ത് ഭക്ഷണം കഴിക്കണം, എത്ര വെള്ളം കുടിക്കണം, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യും. എന്നാൽ ഒരു ജീനിയസ് പേഴ്സൺ നന്നായിട്ട് അറിയാം എല്ലാ കാലറീസും സെയിം അല്ല എന്ന്. അതായത് ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ നിന്ന് കിട്ടുന്ന 200 കലോറീസ് ഉണ്ടാവുമല്ലോ, ആ ഒരു കലോറി ആയിരിക്കില്ല 200 ml ഫ്രഷ് മിൽക്കിൽ നിന്ന് കിട്ടുന്ന കലോറീസ്. ഇത് അദ്ദേഹത്തിന് അറിയാം. അവർക്കിതെല്ലാം നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവർ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കലോറി കൂട്ടുന്ന കാര്യങ്ങളെ കട്ട് ഓഫ് ചെയ്യും. എന്നിട്ട് അവരുടെ ശരീരത്തിന് എനർജി കൊടുക്കുന്ന സാധനങ്ങൾ കഴിക്കാനും കുടിക്കാനും ശ്രമിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കലോറീസിന്റെ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കാതെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യന് കുറെ പൈസ കൊടുത്തിട്ട് ഉപദേശം തേടുന്നതിന് പകരം സ്വന്തം ഡയറ്റീഷ്യനായ സ്വന്തം ആമാശയത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു ദിവസം വിശപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല തൃപ്തി ഫീൽ ചെയ്യുന്നുവെങ്കിൽ അന്ന് ഭക്ഷണം പോലും കഴിക്കില്ല. ഇനി ഒരു ദിവസം നല്ല വിശപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അവര് തന്നെയാണ് തീരുമാനിക്കുന്നത്. വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, കഴിക്കുക. അതില്ലേ, കഴിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ ഇത് ആരായിരിക്കും ശരിക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർ? ഈ ജീനിയസ് പേഴ്സൺ ആയിരിക്കും ശരിക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടാവുക. ഒരുപാട് റിസർച്ചുകൾ ഇങ്ങനെ കാലറി ഇൻ കാലറി ഔട്ട് എന്ന് പറഞ്ഞിട്ട് റിസർച്ചുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ബട്ട് ഇതെല്ലാം ഒരു ഔട്ട്ഡേറ്റഡ് റിസർച്ചുകളാണ്. മാത്രമല്ല അതെല്ലാം ഒരു തെറ്റായ കാര്യം തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് എന്താണ് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഫൈനലി നമ്പർ 1, എ ജീനിയസ് വിൽ ഈറ്റ് സ്മാർട്ട്ലി. ഒരു ഹെൽത്തിയായ ഫുഡാണെങ്കിൽ പോലും അത് നിങ്ങൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹെൽത്തിനെല്ലാം വളരെ മോശമായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുക. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് വീട്ടിലെ ഭക്ഷണം പാഴായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് കഴിക്കും. ഇനി അങ്ങനെ കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫുഡിനെ കൊണ്ടുപോയി റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് കഴിക്കും. എന്നാൽ ഒരു ജീനിയസിന് ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാം. അവർക്കറിയാം ഒരു ഫുഡ് എപ്പോഴാണ് മനുഷ്യ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുക എന്ന്. അത് ഫ്രഷ് ആയിരിക്കണം, കറക്റ്റ് അളവിൽ കഴിക്കണം, അപ്പോൾ മാത്രമേ അത് യൂസ്ഫുൾ ആവുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഒരു ജീനിയസ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള അളവിലുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കുള്ളൂ.
ഇനി അഥവാ എന്നിട്ടും ഭക്ഷണം കുറച്ച് അധികമായി കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആ ഫുഡ് കളയാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കുകയൊന്നുമില്ല. ഒരിക്കലും അവർ അത് വീണ്ടും റെഫ്രിജറേറ്ററിൽ കൊണ്ടുപോയി വെച്ച് റീഹീറ്റ് ചെയ്ത് കഴിക്കുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം ഫുഡ് ഒരു ലിവിങ് പ്രാണശക്തിയാണ്. അത് എടുത്തു വെക്കും തോറും അത് ചത്തുപോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഫുഡ് വേസ്റ്റാക്കി കളയാൻ പാടോ, അതൊരു തെറ്റാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഫുഡ് ബാക്കി വന്നു കഴിഞ്ഞാൽ എടുത്തു വെച്ച് കഴിക്കില്ല, അവർ ഏതെങ്കിലും ജീവികൾക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെ ഫുഡ് കൊണ്ട് പീഡിപ്പിക്കുന്നതിന് പകരം വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ആക്ട് ആയിരിക്കും ഒരു ജീനിയസ് പേഴ്സൺ ചെയ്യുക. അത് അദ്ദേഹം മറ്റ് ജീവികൾക്ക് ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇങ്ങനെ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാരണത്താൽ അവർക്കൊരു മെന്റൽ ഹാപ്പിനെസ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇതാണ് ആ 5 ജീനിയസ് ഹാബിറ്റ്സ്. ഇത് നിങ്ങളുടെ ശരീരത്തെ വളരെ ബെനിഫിഷ്യലായും വളരെ ഹെൽത്തി ആയിട്ടും കാത്തു സൂക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ശീലങ്ങളാണ്. ഇനി നിങ്ങൾ ഇതിൽ ഏതാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മറക്കാതെ കമന്റ് സെക്ഷനിൽ പറയുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെങ്കിൽ, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള അമേസിംഗ് വീഡിയോസ് കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.